ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ഉള്ളി റംസാനിൽ എന്തായാലും നമുക്ക് ഒരുപാട് ആവശ്യം വരും. ഇറച്ചിക്കറി വെക്കുന്ന സമയത്തും അതേപോലെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഉള്ളി വേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ കുറേയേറൊക്കെ ഉള്ളി വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ. ആദ്യം തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉള്ളിൻ്റെ സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷന് നമ്മൾ എന്താ ചെയ്യുക, സാധാരണ നമ്മൾ 2 പീസാക്കിയതിന് ശേഷമാണല്ലോ നമ്മളിത് കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ കത്തിൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം കൊണ്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചുരണ്ടിയെടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്കിത് കട്ടായി കിട്ടും. ഇനി നമുക്ക് ഉള്ളി നടു കട്ട് ചെയ്തിട്ട് വേഗത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ 2 പീസാക്കുന്നതിൻ്റെ മുന്നേ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ വേഗത്തിൽ അത് അടിവേരോടെ തന്നെ നമുക്ക് വേഗത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ കറിയിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് ടേസ്റ്റ് കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിത് എന്താ ചെയ്യുക, ഇങ്ങനെ 2 പീസാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് സാധാരണ നമ്മൾ ചെയ്യൽ. അപ്പോൾ 2 പീസ് ആക്കുന്നതിന് മുന്നേ തന്നെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ജോലി എളുപ്പമാക്കാനായിട്ട് പറ്റും. ഉള്ളി കട്ട് ചെയ്യുന്ന ജോലി വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ട് ഉള്ളി നമ്മൾ കുറേയേറെ കട്ട് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമ്മളെ കണ്ണ് നീറാൻ തുടങ്ങും. ചില ഉള്ളിക്ക് ഭയങ്കര ഒരു എരിവായിരിക്കും. വേഗത്തിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണ് നീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉള്ളി കുറച്ച് സമയം ഒന്ന് ഫ്രീസറിലോട്ടേക്ക് വെക്കട്ടോ. ഒരു 5-10 മിനിറ്റ് ഇപ്പം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കൂ, നല്ല രീതിയിൽ നമുക്ക് അനായാസം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എത്ര കിലോ കണക്കിന് ഉള്ളി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ണൊന്നും നീറാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടതിന് ശേഷം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്നാക്കിനൊക്കെ ബ്രെഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, ഈ ഒരു പോർഷന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് പൊടിച്ച് വെക്കട്ടോ. മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു 4 പോർഷനും ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു പീസ് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗം ഒഴിവാക്കണ്ട. നമ്മൾ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു നടുഭാഗം മാത്രം വെച്ചിട്ട് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു പീസ് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഈ ഒരു അടിവശം കണ്ടില്ലേ, ഈ ഒരു അടിവശത്തുള്ള ബ്രെഡ് നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ ആരും ഉപയോഗിക്കില്ലല്ലോ. നമ്മളതിങ്ങനെ പൂത്തിട്ട് നമ്മൾ ഒഴിവാക്കി കളയാറാണല്ലോ പതിവ്. അപ്പോൾ നമ്മൾ അതും കൂടെ ഈ ഒരു പൊടിക്കുന്നതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇത് എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്തും അതേപോലെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. എയർ ടൈറ്റായിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന സമയത്തും അതേപോലെ കട്ട്ലേറ്റിലേക്കൊക്കെ നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ബ്രെഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്രെഡിൻ്റെ കവർ നമ്മൾ ചിലർ ഇങ്ങനെ റബ്ബർ ഇട്ട് വെക്കുകയാണല്ലോ ചെയ്യുക. ഒരു റബ്ബർ ഉണ്ടാവുമല്ലോ ഈ ഒരു ബ്രെഡ് കവറിൻ്റെ മുകളിൽ. അപ്പോൾ റബ്ബർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ എയർ ടൈറ്റായിട്ട് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ തിരിച്ചെടുക്കുക. തിരിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ബ്രെഡ് പാക്കറ്റിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബ്രെഡ് കേട് വന്ന് പോവില്ല.
ബ്രെഡിലേക്ക് ഒരു കാറ്റ് പോലും കടക്കാതെ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ബ്രെഡ് ഇങ്ങനെ കാറ്റൊക്കെ കടക്കുന്ന സമയത്താണ് വേഗത്തിൽ തന്നെ ബ്രെഡിന് പൂപ്പലൊക്കെ വന്നു പോവുക. അപ്പോൾ നമുക്ക് ഇനിയും ഇത് ആവശ്യാനുസരണം എടുത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു ബ്രെഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ്, നമ്മൾ മിക്സി ജാറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ പുതിയ ജാർ വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു റബ്ബറിനൊക്കെ ഒരു ലൂസ് വരും. റബ്ബർ കണ്ടില്ലേ, വേഗത്തിൽ തന്നെ ഇങ്ങനെ ഊരിച്ചാടി വീണ് പോകും. അപ്പോൾ നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ താഴോട്ടേക്ക് പോവും വാഷർ ലൂസായി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഷർ ടൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാട്ടത്. കുറച്ച് ഈ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ഒരു വാഷറിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഈ ഒരു ജാർ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇട്ടത്. ഈ ഒരു റബ്ബർ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വാഷർ നല്ല ടൈറ്റായിട്ട് തന്നെ ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നോളൂ. ഇനിയിപ്പോൾ ഊരി വീണ് പോകുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി. ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഈ ഒരു വാഷർ ഈ ഒരു അടപ്പിൻ്റെ മുകളിൽ നിന്നോളും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക. വാഷർ എന്തായാലും മാറ്റണം, പക്ഷേ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാട്ടത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ പപ്പടമൊക്കെ പൊരിക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഫോർക്ക് അല്ലേ. ഫോർക്കിൽ ഇതേപോലെ പപ്പടം അതേപോലെ ഒന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ടേക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ്. പപ്പടം വറുത്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ, ചോറിനൊക്കെ കഴിക്കാനും ചോറിന് പുട്ടിനൊക്കെ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ കൈ പൊള്ളുമെന്നുള്ള ആ ഒരു പേടിക്കും വേണ്ട കേട്ടോ. ഇതേപോലെ ഫോർക്കിൽ ഇങ്ങനെ ഈ ഫോർക്കിൻ്റെ ഈ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പപ്പടം നല്ല രീതിയിൽ തന്നെ പൊള്ളി വരും ചെയ്യും, എല്ലാ ഭാഗവും കുക്കായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. പപ്പടം പൊരിക്കുന്ന സമയത്ത് ഇനി പപ്പടക്കോലിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് ഏത് കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് എല്ലാവരും നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു പോളിഷ് കുറച്ചൊന്ന് തറയിലോ അല്ലെങ്കിൽ നമ്മളെ ടേബിളിലോ ഒക്കെ ഉറ്റി വീണ് കഴിഞ്ഞാൽ നമ്മൾ എത്ര തുടച്ചാലും ആ ഒരു നെയിൽ പോളിഷിൻ്റെ പാടുകളൊക്കെ അവിടെ ഉണ്ടാവും. തുടയ്ക്കുന്ന സമയത്ത് അത് പോവും, പക്ഷേ എന്നാലും അതിൻ്റെ ആ ഒരു ചെറിയ പാടുകൾ അവിടെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അത് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ടേബിളിൻ്റെ മുകളിലാട്ടോ അത് നെയിൽ പോളിഷ് ഉറ്റിച്ച് കാണിക്കുന്നത്. ഇപ്പോൾ അതൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തുടച്ചാലും അതിൻ്റെ മുകളിൽ ആ ഒരു പാടുകൾ എന്തായാലും കാണും. ഇപ്പോൾ അതാ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ പാട് വീണിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈലിലായാലും ഇതേപോലെ ഉണ്ടാവും കേട്ടോ പാടുകൾ. അപ്പോൾ നമുക്ക് ഈ ഒരു നെയിൽ പോളിഷ് വീണിട്ടുള്ള പാടെ വേഗത്തിൽ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എവിടെയാണോ ഈ ഒരു നെയിൽ പോളിഷ് വീണിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ഒരു പാടുകളെല്ലാം നമുക്ക് റിമൂവായി കളയാൻ കിട്ടും കേട്ടോ. റിമൂവായി കളയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. ഈ ഒരു നെയിൽ പോളിഷ് വീണ ഭാഗത്ത് പാടുകൾ പോലും അവശേഷിക്കാതെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടതാ ഇതേപോലെ. ഇപ്പോൾ ഞാൻ തുടച്ചപ്പോൾ ഇവിടുത്തെ പാടുകളൊക്കെ പോയി, ഇനി ഇവിടെയും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. അപ്പോൾ അവിടെയും കൂടി കുറച്ചതാ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഭാഗങ്ങളിലുള്ള എല്ലാ പാടുകളും പോയിട്ട് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ അബദ്ധത്തിലായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് തറയിലോ അല്ലെങ്കിൽ ടേബിളിലോ സോഫയിലൊക്കെ ഇങ്ങനെ നെയിൽ പോളിഷ് വീണ് പോവാം. അപ്പോൾ അങ്ങനെ വീഴുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഡ്രസ്സിലായാലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. വേഗത്തിൽ തന്നെ പോയി കിട്ടാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബോഡി സ്പ്രേ ഒക്കെ അടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് വാസ്ലിൻ നമ്മുടെ ബോഡിയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
എവിടെയാണോ നമ്മൾ ബോഡി സ്പ്രേ അടിക്കുന്നത് ആ ഒരു ഭാഗത്ത് കുറച്ച് വാസ്ലീൻ എടുത്തിട്ടൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രേ അടിച്ച് നോക്കൂ. നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പ്രേൻ്റെ സ്മെല്ല് കുറേ സമയം നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. നമ്മളെ ദേഹത്ത് ഇങ്ങനെ ബോഡി സ്പ്രേ അടിക്കുന്ന സമയത്ത് അപ്പോൾ കുറേ സമയം നമുക്ക് ഈ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ്. വാസ്ലിൻ തേച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ സമയം നമുക്ക് ഈ ഒരു സ്മെല്ല് കിട്ടാൻ പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെല്ലാവരും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരാണല്ലോ. ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ലിപ്പിൽ ഇതാ കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് തേച്ച് നോക്കൂ. ലിപ്സ്റ്റിക്ക് പെട്ടെന്ന് തന്നെ നല്ല കളറും ഉണ്ടാവും, അതുമാത്രമല്ല നല്ലൊരു ഗ്ലൈസിങ്ങും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ലിപ്പിന് ഒരു കേടും ഉണ്ടാവില്ല. വാസ്ലിൻ തേച്ചതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. പെട്ടെന്ന് തന്നെ അത് മായ്ച്ച് കളയാൻ പറ്റും ചെയ്യും. ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ തേച്ചിട്ടാണല്ലോ വേഗത്തിൽ അത് ലിപ്പിൽ നിന്ന് പോക്കി കളയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാസ്ലിൻ തേച്ചതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ലിപ്പിൽ ഒരിക്കലും ലിപ്പിന് ഒരു ഡാമേജും വരാൻ ചാൻസ് ഇല്ല. പിന്നെ അത് മാത്രമല്ല നല്ലൊരു ഗ്ലൈസിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് തേച്ച് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗ്ലൈസിങ് ഇതിന് കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കുക. നമ്മുടെ ലിപ്പിനും നല്ലതാണ്, നമ്മുടെ ഭംഗിക്കും നല്ലതാണ് ഇതേ രീതിയിൽ തേക്കുന്ന സമയത്ത് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത്, നമ്മളിപ്പോൾ റമദാനൊക്കെ ഇതേപോലെ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയൊക്കെ വാങ്ങി വെക്കുന്നവരാണെങ്കിൽ കുറേ റവയൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു റവയിൽ ചെറിയ തരം വൈറ്റ് പുഴുവിനെ കാണാനായിട്ട് പറ്റും. പിന്നെ റവ ഇങ്ങനെ കട്ട കുത്തി പോവുകയും ചെയ്യും. ചെറിയ തരം പ്രാണികളും ചെള്ളും പുഴുവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് റവയിൽ പെട്ടെന്ന് തന്നെ പ്രാണിയും പുഴുവൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നുകിൽ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് വറ്റൽമുളക് ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെള്ളോ പ്രാണികളോ പുഴോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലും ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.